പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ പോകണമെന്നാണ്. സ്റ്റേഷനിലോട്ട് ഇറങ്ങുകയാണ്. എങ്ങനെയാണ് കാണുന്നത് ഈ നടപടിയെ? ഭരണകൂടത്തിന്റെ ഒരു ഏർപ്പാടല്ലേ അതൊക്കെ. കലാപഹവനത്തിലൊക്കെയാണ് കേസ്. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം നേടി നടന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഇതൊക്കെ പോലീസ് അതാത് സമയത്തുണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ 100% അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ. അല്ലല്ലോ, ഫോട്ടോ അല്ലല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ്. വേണേ ഞങ്ങൾ കാണിച്ചു തരാം. ആ കാര്യത്തിൽ ഒരു സംശയവും കാര്യത്തിലില്ല. ഫോട്ടോയില് ഞാൻ കാണിച്ചത് ഇതാണത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പോലീസിന്റെ ഭാഷയും സർക്കാരിന്റെ ഭാഷയല്ലേ. പലതും ഇങ്ങനെ AI നിർമ്മിതി ആക്കുകയാണല്ലോ. പലതും AI നിർമ്മിതി ആക്കുകയാണ്. ഇതൊന്നും AI നിർമ്മിതിയല്ല. പിന്നെ ഇതിലൊരു ഫോട്ടോ, ഞാൻ എന്റെ വാളിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞില്ലേ ഇന്നിപ്പം. പിന്നെ ന്യൂസ് മലയാളം ഇത് നവംബർ 3 ഇതേ ഫോട്ടോ ഇട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെ കേസില്ലല്ലോ. കേസ് എനിക്കെതിരെ കേട്ടോ. ന്യൂസ് മലയാളം അങ്ങനെ ഒരു ഫോട്ടോ വെച്ചൊരു വാർത്ത കൊടുത്തില്ലല്ലോ. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? 100%. അല്ലാതെ എന്റെ മുമ്പിൽ വേറെന്താ മാർഗം? നടത്തും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തും. അവസാനത്ത് കോടതിയിലെത്തൂലേ. അവിടെ ഒരു കേസ്, അത് മുഖ്യമന്ത്രി പോറ്റിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇനി ഫേക്ക് ആണെങ്കിൽ പോലും അത് എങ്ങനെയാണ് കലാപാഹ്വാനമാവുക എന്ന്? അതല്ല സർക്കാരിന്റെ പുതിയ ശ്രമം അങ്ങനെയല്ലേ. ഇപ്പോൾ ആളുകളെ ജയിലിലടയ്ക്കാനോ കേസ് പ്രതിയാക്കാനോ ഈ ഫോട്ടോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റുമോ? ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തുന്ന ആളുകളെ ജയിലിൽ തള്ളുക എന്നുള്ളതാണ് സർക്കാരിന്റെ പോളിസി. അല്ലെ വായടപ്പിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ടൊന്നും ആളുകൾ വായടക്കില്ലല്ലോ. താങ്കൾ ആ ഒരു ഫോട്ടോ പങ്കുവെക്കുന്ന സമയത്ത് തന്നെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് എന്ന് പറഞ്ഞിട്ട് 100% അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. FBയിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. വെയിറ്റ് ആൻഡ് സീ.